നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി പല മാറ്റങ്ങളും വരികയാണ്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ പുതുയുഗ യാത്രയിൽ പങ്കെടുത്ത വി.എസ്. അച്യുതാനന്ദന്റെ മുൻ എ സുരേഷ് പാലക്കാട് ജില്ലയിലെ യാത്രയുടെ സമാപന സമ്മേളന വേദിയിൽ വെച്ച് സുരേഷിനെ വി.ഡി. സതീശൻ ഷാൾ അണിയിച്ച് UDFിലേക്ക് സ്വാഗതം ചെയ്തു. കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കളും വേദിയിലുണ്ടായിരുന്നു. ചടങ്ങിൽ കൈമുറിച്ചു മാറ്റേണ്ടി വന്ന വിനോദിനിക്ക് ഭൂമിയുടെ രേഖകൾ വി.ഡി. സതീശൻ കൈമാറി. ഇടതു സഹയാത്രികനായിരുന്ന ഹസ്കറും പാലക്കാട്ടെ പുതുയുഗ യാത്രയുടെ വേദിയിൽ എത്തിയിരുന്നു. ഇന്നലെ വരെ ഞാൻ അനുഭവിച്ച സമ്മർദ്ദം വലുതായിരുന്നുവെന്നും ഇടതുപക്ഷമല്ലാതാവുന്നതാണ് കാണുന്നത് എന്നും സുരേഷ് പറയുന്നു. VSന് നൽകിയ ക്യാപിറ്റൽ പണിഷ്മെന്റ് തനിക്കും ലഭിച്ചുവെന്നും 13 വർഷം അനുഭവിച്ച വേദന ഇന്ന് മാറിയെന്നും സുരേഷ് പറയുന്നു. നെഹ്റുവിയൻ സോഷ്യലിസത്തിലൂടെ ഇടതുമൂല്യങ്ങൾ നടപ്പാക്കുന്നത് UDF ആണെന്നും സുരേഷ് പറയുന്നു. മലമ്പുഴയിൽ മത്സരിക്കണമോ എന്ന് UDF ആണ് തീരുമാനിക്കേണ്ടത് എന്നും സുരേഷ് വ്യക്തമാക്കി. ഇനിയും ഒരുപാട് വിസ്മയങ്ങൾ ഉണ്ടാകുമെന്ന് വി.ഡി. സതീശൻ പറയുന്നു. അതേസമയം സുരേഷിനെതിരെ VSന്റെ മകനെ നിർത്താനാണ് CPM പ്ലാൻ. പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ടില്ല എന്നും MV ഗോവിന്ദന്റെ പ്രസ്താവന ദുഃഖപ്പെടുത്തിയെന്നും VSന്റെ മുൻ PA സുരേഷ് പറഞ്ഞു. മലമ്പുഴയിൽ VSന്റെ മകൻ മത്സരിക്കാൻ എത്തിയാൽ തീരുമാനത്തിൽ പുനർവിചിന്തനം നടത്തുമെന്നും സുരേഷ് മാധ്യമങ്ങളോട് പറഞ്ഞു. വി.ഡി. സതീശൻ നയിക്കുന്ന UDF ജാഥയിലും പങ്കെടുക്കും. MV ഗോവിന്ദന്റെ പ്രസ്താവന ദുഃഖപ്പെടുത്തി. എന്താണ് ഞാൻ ചെയ്ത തെറ്റ്? പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ടില്ല. പാർട്ടിക്ക് പുറത്ത് നിൽക്കുമ്പോഴും പാർട്ടിക്കെതിരെ പ്രവർത്തിച്ചിട്ടില്ല. ഇപ്പോഴും പാർട്ടി മനസ്സ് സൂക്ഷിക്കുന്നുണ്ട്. ഒരു പാർട്ടി ആനുകൂല്യവും പറ്റിയിട്ടില്ല. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന UDF ജാഥയിൽ പങ്കെടുക്കും. പക്ഷേ കോൺഗ്രസിന്റെ ഭാഗമാകുകയോ CPM വിമതർക്കൊപ്പം നിൽക്കുകയോ ചെയ്തില്ല എന്നും അവരുടെ കൺവെൻഷനിലും പങ്കെടുക്കില്ലെന്നും സുരേഷ് പറയുന്നു. UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പ്രയാസമില്ല. പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം എന്തെന്ന ആശങ്കയുണ്ട്. മലമ്പുഴയിൽ തോറ്റാലും പ്രശ്നമില്ല. രാഷ്ട്രീയം പറയാനുള്ള വേദിയാണ് തെരഞ്ഞെടുപ്പ്. അവിടെ ജയവും തോൽവിയും പ്രശ്നമല്ലെന്നും അദ്ദേഹം പറയുന്നു. അതേസമയം V.S. അച്യുതാനന്ദന്റെ മകൻ മലമ്പുഴയിൽ മത്സരിക്കാൻ എത്തിയാൽ തന്റെ തീരുമാനത്തിൽ പുനർവിചിന്തനം നടത്തുമെന്നും മകനെതിരെ മത്സരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നും സുരേഷ് വ്യക്തമാക്കി. മലമ്പുഴയിൽ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് ഇന്നലെയാണ് സുരേഷ് സ്ഥിരീകരിച്ചത്. സുരേഷിനെ CPMലേക്ക് തിരിച്ചെടുക്കില്ല എന്ന് കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയിരുന്നു. സുരേഷിനെ പുറത്താക്കിയതാണ്. തിരിച്ചെടുക്കണമെന്ന ആവശ്യം ചെവികൊള്ളില്ല. 100 തവണ അപ്പീൽ തന്നിട്ടും കാര്യമില്ല. പുറത്താക്കിയത് തന്നെയാണെന്നും മലമ്പുഴയിലെ CPM വോട്ടിൽ വിള്ളൽ വീഴില്ലെന്നുമാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. ജീവന തുല്യം സ്നേഹിച്ച പാർട്ടിയിലേക്കുള്ള തിരിച്ചുവരവിനായി 13 വർഷത്തെ പ്രതീക്ഷയോടെയുള്ള കാത്തിരിപ്പ് വെറുതെയായി എന്ന നീറുന്ന യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെട്ട തുടർ രാഷ്ട്രീയ പോരാട്ടങ്ങളുമായി മുന്നോട്ടു പോകാനുള്ള ശക്തമായ തീരുമാനത്തിലാണ് മുൻ മുഖ്യമന്ത്രി V.S. അച്യുതാനന്ദന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരുന്ന സുരേഷ്. തിരിച്ചെടുക്കാൻ 100 തവണ അപ്പീൽ തന്നിട്ടും കാര്യമില്ലെന്നും അയാൾ ചെയ്ത കുറ്റം പാർട്ടി കണ്ടെത്തിയിട്ടുണ്ടെന്നുമാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്നലെ പറഞ്ഞത്. എന്നാൽ ഒരു തരത്തിലുള്ള പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ല എന്നും MV ഗോവിന്ദന്റെ പ്രസ്താവന വലിയ മനോവിഷമം ഉണ്ടാക്കിയെന്നും സുരേഷ് പറയുന്നു. MV ഗോവിന്ദന്റെ വാക്കുകൾ കേട്ടപ്പോൾ മനസ്സ് വിങ്ങിപ്പോയി എന്നും അതുകൊണ്ട് കൂടിയാണ് വി.ഡി. സതീശന്റെ പുതുയുഗ യാത്രയിൽ പങ്കെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് എന്നും സുരേഷ് പറയുന്നു. VSന്റെ മണ്ഡലമായ മലമ്പുഴയിൽ അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷം നടക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രംഗത്തിറങ്ങാനുള്ള ഒരുക്കത്തിലാണ് സുരേഷ്. VSന് വേണ്ടി അദ്ദേഹത്തിനൊപ്പം നിഴൽപോൽ നടന്ന വഴികളിൽ വോട്ട് തേടിയിറങ്ങുമ്പോൾ VSന്റെ അദൃശ്യ സാന്നിധ്യം വലിയ തുണയും തണലുമായി ഒപ്പമുണ്ടാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് പുതിയ പോരാട്ട വഴിയിലെ ചൂടിലേക്ക് സുരേഷ് ഇറങ്ങുന്നത്. അതേസമയം മലമ്പുഴയിൽ VSന്റെ മകൻ അരുൺകുമാർ സ്ഥാനാർത്ഥിയായി എത്തിയാൽ എതിരായി മത്സരിക്കുന്ന കാര്യത്തിൽ പുനർവിചിന്തനം നടത്തുമെന്ന് സുരേഷ് ആവർത്തിച്ച് പറയുകയാണ്. ഇന്നലെ വളരെ വൾഗറായിട്ടാണ് പാർട്ടി സെക്രട്ടറി പ്രതികരിച്ചത്. അത് കേട്ടപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് വലിയ വിഷമം തോന്നി. അത്രമാത്രം എന്ത് തെറ്റാണ് ഞാൻ ചെയ്തതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. MV ഗോവിന്ദൻ അങ്ങനെ പറഞ്ഞതോടുകൂടി എനിക്ക് ഒരിടമില്ലാതെയായി. വഴിയാധാരമായ അവസ്ഥയാണ്. ഞാൻ ഇനി എന്തു ചെയ്യും? ഞാൻ മരിക്കണോ? 13 വർഷമായി ഞാൻ പുറത്തു നിൽക്കുകയാണ്. അകത്ത് നിൽക്കുമ്പോഴും പിന്നീട് പുറത്തു നിന്നപ്പോഴും ഒരു പാർട്ടി വിരുദ്ധ പ്രവർത്തനവും ചെയ്തിട്ടില്ല. എന്നെ പുറത്താക്കാനുള്ള കാരണം ചൂണ്ടിക്കാട്ടി പാർട്ടി തന്ന ചാർജ് ഷീറ്റിൽ 7 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. മാധ്യമ പ്രവർത്തകരുമായുള്ള ബന്ധവും പാർട്ടി രഹസ്യങ്ങൾ പാർട്ടി വിരുദ്ധ മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുത്തു എന്നുമാണ് പ്രധാന ആരോപണങ്ങൾ. എല്ലാവർക്കും അറിയുന്ന പോലെ ഞാൻ ആകെ ഒരു ബ്രാഞ്ച് കമ്മിറ്റി അംഗം മാത്രമായിരുന്നു.
എനിക്ക് കേന്ദ്ര കമ്മിറ്റിയിലും പോളിറ്റ് ബ്യൂറോയിലും സംസ്ഥാന കമ്മിറ്റിയിലും നടക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും അറിയാൻ കഴിയില്ല. അതിനാണ് എന്നെ പുറത്താക്കിയത്. അല്ലാതെ മറ്റ് സഖാക്കളെ പുറത്താക്കിയത് പോലെയുള്ള കാരണങ്ങളല്ല എൻ്റെ ചാർജ് ഷീറ്റിൽ പറഞ്ഞിട്ടുള്ളത്. അത്തരത്തിലൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ ഒരു പ്രവൃത്തിയും പാർട്ടിക്ക് ദോഷകരമാകരുത് എന്നുള്ള ഇടതുപക്ഷ മനസ്സ് കാത്തുസൂക്ഷിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഔദ്യോഗിക പക്ഷവും VS അച്യുതാനന്ദനും തമ്മിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങളുടെ പകപോക്കലാണ് എനിക്കെതിരെ നിലപാടിന് പിന്നിലെന്നും വ്യാഖ്യാനിക്കപ്പെടുന്നതിൽ തെറ്റുണ്ടെന്നും കരുതുന്നില്ല. 3 തവണ സംസ്ഥാന കമ്മിറ്റിക്കും 1 തവണ ജില്ലാ കമ്മിറ്റിക്കും ഞാൻ കത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു മറുപടി പോലും തന്നിട്ടില്ല. നേതാക്കൾക്ക് എന്നോട് സ്നേഹമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് എന്നെ പുറത്തു നിർത്തിയിരിക്കുന്നു എന്നുള്ളത് എനിക്ക് ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണെന്നും മലമ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുന്നതുമായി ബന്ധപ്പെട്ട് UDF നേതാക്കൾ തീരുമാനിക്കട്ടെ എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന.